അജീഷ്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വിദ്യാർത്ഥികളുടെ പ്രതികരണം ഈ നിലയിൽ തന്നെയായിരുന്നു. പറയാൻ പേടിയായിരുന്നു അവർക്ക് പലതും. പക്ഷേ ഇന്നിപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുന്നുണ്ട്. സ്വാഭാവികമായും ഈ നിതിന്റെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയും വലിയ നിലയിൽ തന്നെ സ്വാധീനിക്കാൻ സാധ്യതയില്ലേ ആ കുട്ടികളുടെ വെളിപ്പെടുത്തലുകൾ? ഡോക്ടർ എം കെ രാമനെ പുറത്താക്കുമെന്ന വാർത്ത കൂടി വരുന്നു. അജീഷ് പറയൂ. ഉറപ്പായിട്ടും മസ്ജിദ, എന്തായാലും ഇപ്പോൾ സുഹൈൽ, എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഡോക്ടർ എം കെ റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു ആലോചനയിലേക്ക് മാനേജ്മെന്റ് കടക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ വിദ്യാർത്ഥി പ്രതിനിധികളടക്കം മാനേജ്മെന്റുമായിട്ട് ഒരു ചർച്ച നടത്താൻ ആലോചിച്ചിരുന്നു, അവരോട് സമയം ചോദിച്ചിരുന്നു. പക്ഷേ മാനേജ്മെന്റ് ഒരു ആശുപത്രി അഡ്മിനിസ്ട്രേറ്ററെ മാത്രമാണ് ഈ ചർച്ചയിലേക്ക് അയച്ചത്. പക്ഷേ ഈ ഡോക്ടർ എം കെ റാമിനെ ന്യായീകരിക്കുന്ന നടപടി ആയതുകൊണ്ട് ഈ ചർച്ച ബഹിഷ്കരിച്ച് ഈ കുട്ടികൾ പുറത്തേക്ക് വരികയായിരുന്നു. ഈ കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആവശ്യം എന്ന് പറയുമ്പോൾ ഡോക്ടർ എം കെ റാമിനെ പുറത്താക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എം കെ റാമിനെ പുറത്താക്കാനുള്ള ഒരു ആലോചന മാനേജ്മെന്റ് നടത്തുന്നതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. ഒരു ഉത്തരവായിട്ട് ഇതുവരെയ്ക്കും പുറത്തിറങ്ങിയിട്ടില്ല. എന്തായാലും വ്യാപകമായി വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഈ പരാതി ഉയർന്നൊരു പശ്ചാത്തലത്തിലാണ് ഡോക്ടർ എം കെ റാമിനെ പുറത്താക്കാൻ കണ്ണൂർ ഡെന്റൽ കോളേജ് പുറത്താക്കാനായിട്ട് ഒരു തീരുമാനം, ഒരു ആലോചന എടുക്കുന്നത്. നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഏറ്റവും കൂടുതൽ ഈ വിദ്യാർത്ഥികളെ ദ്രോഹിച്ച, വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച, നിറത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലുമൊക്കെ അധിക്ഷേപിച്ച ഡോക്ടർ റാമിനെ ഈ കണ്ണൂർ ഡെന്റൽ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് കടക്കുന്നു എന്നുള്ള സുപ്രധാനമായ വിവരമാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. എന്തായാലും ഡോക്ടർ റാം ഏതാണ്ട് 19 വർഷമായി അദ്ദേഹം ഇവിടെയാണ് ജോലി ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. പിന്നീട് ഇവിടെ ജോലി തേടിയെത്തി, ജോലി കിട്ടി, കണ്ണൂരിൽ വിവാഹിതനായി ഇവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയായിരുന്നു. അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു നടപടി ആശുപത്രി മാനേജ്മെന്റ് എടുക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന എം കെ റാമിനെ ആശുപത്രിയിൽ നിന്ന്, കണ്ണൂർ ഡെന്റൽ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു നടപടിയിലേക്ക് ആശുപത്രി മാനേജ്മെന്റ് കടക്കുന്നു എന്നുള്ളതാണ് സുപ്രധാനമായിട്ടുള്ള വിവരം. വിദ്യാർത്ഥികളുടെ പരാതിയിലാണ് ഈ നടപടി എടുക്കുന്നത്. എം കെ റാമിനെ പുറത്താക്കുന്നത് വരെ ഈ ക്ലാസ് ബഹിഷ്കരണം അടക്കമുള്ള പ്രതിഷേധ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് യൂണിയൻ ഭാരവാഹികളടക്കം നിരവധി വിദ്യാർത്ഥികൾ ഇന്ന് തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജ്മെന്റുമായി ഒരു ചർച്ചയ്ക്ക് പോലും അവർ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ചർച്ചയ്ക്കായി അവർ പക്ഷേ ആശുപത്രി മാനേജ്മെന്റിൽ നിന്ന് ആരും പങ്കെടുത്തില്ല. പകരം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജ് അഡ്മിനിസ്ട്രേറ്ററെയാണ് ഇന്ന് ചർച്ചയ്ക്കായി അയച്ചിരുന്നത്. 11 മണിക്കായിരുന്നു ഈ ചർച്ച തീരുമാനിച്ചിരുന്നെങ്കിലും 12 മണിയോടെയാണ് ഇത് തുടങ്ങിയത്. പക്ഷേ എം കെ റാമിനെ ന്യായീകരിക്കുന്ന നടപടിയുമായി അഡ്മിനിസ്ട്രേറ്റർ മുന്നോട്ട് പോയതോടെ വിദ്യാർത്ഥികൾ ഇത് ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം, പല ആവശ്യങ്ങളിൽ ഒന്ന് എം കെ റാമിനെ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതായിരുന്നു. പല വിദ്യാർത്ഥികളും തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരൊറ്റ കാര്യം, തങ്ങൾ ഇത്രയും കാലം ഇതൊക്കെ സഹിക്കുകയായിരുന്നു, പേടി കൊണ്ടായിരുന്നു സഹിച്ചത്, തങ്ങളുടെ ഭാവി ബാധിക്കുമോ, കരിയറിനെ ബാധിക്കുമോ എന്നുള്ളൊരു പേടി തങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ, സഹപാഠി മരിച്ചു കിടക്കുന്ന ഒരു ഘട്ടത്തിൽ തങ്ങൾക്കിത് തുറന്നു പറയാതെ നിർവാഹമില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മുൻപ് തന്നെ വിദ്യാർത്ഥികൾ ഈ റാമിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഈ സാഹചര്യത്തിൽ അവർ പുറത്തു വന്ന് പറയുന്നുണ്ട്. പക്ഷേ പരാതികളൊന്നും ലഭിച്ചില്ലായിരുന്നു എന്നുള്ള ന്യായീകരണം, റാമിനെ സംരക്ഷിക്കാനുള്ള ശ്രമമൊക്കെ മുൻപ് കോളേജ് അധികൃതർ നടത്തിയതും നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിൽ അവർക്ക് വഴങ്ങേണ്ടി വരുന്നു വലിയ പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അപ്പോഴും റാം എവിടെ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഇപ്പോഴും ഇത്ര വലിയ ഗുരുതരമായ ഒരു സംഭവത്തിലേക്ക്, ഒരു ആത്മഹത്യയിലേക്ക് നയിച്ച വ്യക്തി നിയമത്തിന്റെ പഴുതിന് പുറത്തു നിൽക്കുക കൂടിയാണല്ലോ. അശ്വത, നമ്മൾ കഴിഞ്ഞ ദിവസം ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചിരുന്നു. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് ഉടൻ കടക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അന്വേഷണ സംഘം ഉള്ളത് എന്നാണ് ഈ അന്വേഷണ സംഘം പറഞ്ഞത്. അത് ഇവരെ കണക്ട് ചെയ്യുന്ന, ഈ ആത്മഹത്യാ പ്രേരണയിലേക്ക് കണക്ട് ചെയ്യുന്ന തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അത് കിട്ടിയാൽ ഉടൻ അറസ്റ്റ് ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ ഉടനടി അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തി. എന്തായാലും അവർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഈ സംഭവം പുറത്തു വന്നതിന് പിന്നാലെ രണ്ടുപേരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ്. രണ്ടുപേരും ഒളിവിലാണെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്തായാലും അവരെ കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. പക്ഷേ ഈ തെളിവുകൾ ശേഖരിക്കുന്ന ആ ഘട്ടത്തിലാണ് തങ്ങൾ ഇപ്പോൾ ഉള്ളതെന്നാണ്, അതിനാണ് പ്രഥമ പരിഗണന കൊടുക്കുന്നത് എന്നാണ് ഈ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തി പരിശോധന നടത്തിയിരുന്നത്. അവിടെ സ്റ്റാഫുകളുടെയും മറ്റും വിദ്യാർത്ഥികളുടെയും മറ്റും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. കൂടാതെ ഈ നിതിൻ രാജ് താമസിച്ചിരുന്ന ഹോസ്റ്റലിലും പരിശോധന നടത്തിയിരുന്നു. അവിടുത്തെ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിരുന്നു. എന്തായാലും നിർണായക
സംബന്ധമായിട്ടുള്ള ചില CCTV ദൃശ്യങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിരുന്നു. ഈ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് കരഞ്ഞുകൊണ്ട് പോകുന്ന നിതിൻ രാജിന്റെ ചില ദൃശ്യങ്ങളാണ് പോലീസിന് കിട്ടിയത്. ഇതിനുശേഷമാണ് ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞാണ് ഈ മൊബൈൽ ഫോൺ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ വച്ചതിന് ശേഷം നിതിൻ രാജ് മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. എന്തായാലും തുടക്കത്തിൽ വിദ്യാർത്ഥികളൊക്കെ തന്നെ പേടിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അവരൊന്നും തുറന്നു പറയാൻ ധൈര്യമില്ലായിരുന്നു. പിന്നീട് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ യുവജന പ്രസ്ഥാനങ്ങളുടെ പ്രതിഷേധമൊക്കെ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലേക്ക് വരുന്നു. ഇന്നലെ സമര പരമ്പര തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടി കൂടുതൽ കുട്ടികൾ പ്രതികരിക്കാൻ തയ്യാറായി. ഇപ്പോൾ അവരാവശ്യപ്പെട്ടതനുസരിച്ച് MK റാമിനെ പുറത്താക്കാനുള്ള ഒരു നടപടിയിലേക്ക് കോളേജ് മാനേജ്മെന്റ് കടക്കുന്നു എന്ന വിവരം കൂടി പുറത്തേക്ക് വരുന്നു. എന്തായാലും അങ്ങേറ്റം മനോവേദനയോടെയാണ് കോളേജ് ഈ പറഞ്ഞ റാമിനെ പുറത്താക്കുന്നത്. വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് വെറും അഡ്മിനിസ്ട്രേറ്ററെ മാത്രമാണ് വിട്ടത്. ഇത്രയും കാലം മതത്തിന്റെ, ജാതിയുടെ, പിതാവിന്റെയും മാതാവിന്റെയും വരുമാനത്തിന്റെയും പേരടക്കം വിദ്യാർത്ഥികളെ വിവേചിച്ച് എന്തും പറയാം, എന്തും അധിക്ഷേപിക്കാം, എങ്ങനെയും അപമാനിക്കാം എന്ന് തോന്നിയ റാമിന് 19 വർഷത്തിന് ശേഷം ഒന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഒട്ടനവധി പരാതികൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂർ കൂടിയാണ്. തീർച്ചയായും പുറത്താക്കാതെ അല്ലെങ്കിൽ നടപടിയെടുക്കാതെ തരമില്ല എന്ന സാഹചര്യത്തിൽ കൂടിയാണ് അത് എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. വിദ്യാർത്ഥികൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പൊതുമധ്യത്തിൽ വന്ന് പറയുമ്പോഴും പരാതി ലഭിച്ചിട്ടില്ല എന്ന നിലയിലടക്കമുള്ള പ്രതികരണങ്ങൾ കോളേജ് മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതും ഏറെ പ്രധാനമാണ്. അയാൾ അധ്യാപകനാവാനേ യോഗ്യനല്ല എന്ന കാര്യത്തിൽ സംശയമില്ല. വിദ്യാർത്ഥികൾ എങ്ങനെ വേർതിരിച്ച് കാണാനുള്ള മനസ്സുള്ളവർക്ക് എങ്ങനെ പഠിപ്പിക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.